ഹായ്, ഞാൻ ശ്രീലക്ഷ്മി ഫ്രം സ്വരാക്കെയർ. സ്വരാക്കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മുടെ സ്വരാക്കെയറിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ അർച്ചനയുടെ കൂടെയാണ്. ഹായ് മാം. ഹലോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്കൂൾ റെഡ്നെസ് പ്രോഗ്രാമാണ്. മാം, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മോൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പം അടുത്ത ടീച്ചർ പറഞ്ഞു അവനെ ആദ്യം സ്കൂൾ റെഡ്നെസ് പ്രോഗ്രാമിന് വിട്, എന്നിട്ട് സ്കൂളിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂൾ റെഡ്നെസ് പ്രോഗ്രാമിനെ പറ്റി കേൾക്കുന്നത്. എന്താണ് ഈ സ്കൂൾ റെഡ്നെസ് പ്രോഗ്രാം? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മാം? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂൾ റെഡ്നെസ് പ്രോഗ്രാം എന്ന് പറയുമ്പം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് പെർഫോം ചെയ്യാനായിട്ട്, നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, അതായത് ഇപ്പം അക്കാഡമിക് സ്കില്ലുകളായിക്കോട്ടെ, ലൈഫ് സ്കില്ലുകളായിക്കോട്ടെ, ഈ ഓവറോൾ പെർഫോമൻസ് നന്നാക്കാനായിട്ട് കൊടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് സ്കൂൾ റെഡ്നെസ് പ്രോഗ്രാം. അപ്പോൾ അതായത് നമ്മളിലേക്ക് വീടുകളിലാണെങ്കിലും ചെറിയ മക്കൾ ഒരു 3-4 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അമ്മമാർ അവരെങ്ങനെ ലെറ്റേഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ആൽഫബറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോഡി പാർട്സ്, മോൻ്റെ കൈ എവിടെയാ, മൂക്ക് എവിടെയാ, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാണ്ട് ഇപ്പം ഗ്രീറ്റ് ചെയ്യാനായിട്ട്, ഹായ് പറയാൻ, ബൈ പറയാൻ, യെസ് താങ്ക് യു പറയാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കലുണ്ട്. അത് പർപ്പസ്ഫുള്ളി അല്ല സത്യം പറഞ്ഞാൽ ചെയ്യിക്കുന്നത്. പക്ഷേ കുട്ടി നാച്ചുറലായിട്ടത് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു സ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ ഒരു സമയത്താണ് നമ്മളുടെ ഒരു സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിന് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സൊക്കെയാണ്. അപ്പോൾ അത്രയും കാലം കുട്ടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു ചുറ്റിപ്പറ്റിയിട്ടായിരിക്കുമല്ലോ. രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടി ബ്രഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ ചെയ്ത് കൊടുക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, കളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് സ്കൂൾ റൊട്ടീനിലേക്ക് മാറുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതപ്പോൾ നമുക്കാണെങ്കിലും പെട്ടെന്നുള്ള ചേഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമല്ലേ. അപ്പോൾ കുട്ടികളുടെ കാര്യം വരുമ്പം ഇനി അതൊന്ന് കൂടുകയാണ്. മാത്രമല്ല സ്പെഷ്യൽ കിഡ്സിൻ്റെ കാര്യമാകുമ്പോഴോ അത് കൂടുതൽ ഡിഫിക്കൽട്ടി ആയിട്ട് മാറുക. അപ്പോൾ ആ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുട്ടി നേരത്തെ പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ആ ഒരു പ്രിപ്പറേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഒരു ഐഡിയൽ ഏജ് മാം പറഞ്ഞല്ലോ സ്കൂളിൽ പോകാനുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായി നമുക്ക് മനസ്സിലാവുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അച്ചീവ് ചെയ്യേണ്ടത് കുട്ടി? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയൽ ഏജ് അതൊരു 5 to 6 ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അതിലുപരി കുട്ടി അച്ചീവ് ചെയ്തിരിക്കേണ്ട സ്കില്ലുകൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിപ്പോൾ 1-2 ഞാൻ പറയുവാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക ചെറിയ രീതിക്ക്. ഇപ്പം കം, ഗോ, സിറ്റ് ഡൗൺ, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്ലേസിൽ കുട്ടിക്ക് ഇരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൂടെയുള്ള കുട്ടികളോടുള്ളൊരു ഇൻട്രാക്ഷൻ, നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല്. പിന്നെ സ്വന്തം നീഡ്സ്, ഇപ്പം എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള നീഡ്സ് കഴിക്കുക കാര്യങ്ങൾ. അതെ, എല്ലാ നീഡ്സും ആ കുട്ടിക്ക് എന്തൊക്കെ വേണോ, ആവശ്യമുണ്ടോ അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ, സ്കില്ലുകൾ. പിന്നെ അക്കാഡമിക് പരമായിട്ട് നോക്കുന്ന സമയത്ത് പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ട്, പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട്, പിന്നെ കളേഴ്സ്, ഷേപ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സ്കില്ലുകളിൽ ഉൾപ്പെടുന്നത്. ഇതൊക്കെയാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിർബന്ധമായിട്ടും അച്ചീവ് ചെയ്തിരിക്കേണ്ടത്. അപ്പം മാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാ കുട്ടികൾക്കും ആണോ അതോ ഡെവലപ്മെൻറ്റൽ ഡിഫിക്കൽട്ടീസ് മാത്രമുള്ള കുട്ടികൾക്കാണോ ആവശ്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇത് യൂസ്ഫുള്ളാണ്. പക്ഷേ ഡെവലപ്മെൻറ്റൽ ഡിലേയുള്ള കുട്ടികൾക്ക് ഇത് മസ്റ്റാണെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ കുറേ സ്കില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിലേയുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും അതൊന്നും അച്ചീവ് ചെയ്തിരിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഡെവലപ്മെൻറ്റൽ ഡിലേയുള്ള കുട്ടികൾക്ക് ഒന്നുകൂടി ഒരു സപ്പോർട്ട്, ഒരു എക്സ്ട്രാ സപ്പോർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം മാം ഡെവലപ്മെൻറ്റൽ ഡിഫിക്കൽട്ടീസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്പീച്ച് ഡിലേ, ഓട്ടിസം പോലുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ പ്രോഗ്രാം എങ്ങനെ യൂസ്ഫുൾ ആകുന്നത്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ അറ്റൻഷൻ ഡിഫിക്കൽറ്റി, ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് നിർബന്ധമായിട്ടും കിട്ടേണ്ടതാണ്. ഇപ്പം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പീച്ച് ഡിലേ അങ്ങനെയുള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇതൊരു ക്ലാസ് റൂം സെറ്റപ്പിലേക്ക് വരുമ്പോഴേക്കും അതിനൊരു അവസരം ഉണ്ടാവുകയാണ്. പിയർ ഗ്രൂപ്പ് ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും. ആ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കുട്ടിക്ക് കിട്ടും. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ആ സമയത്ത് ചെറിയ വേർഡ്സ് അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസ് അതൊക്കെ പുതിയതായിട്ട് കുട്ടി പഠിച്ചു തുടങ്ങും. പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ വരുന്ന സമയത്ത് കുട്ടികളുടെ ഓഡിറ്ററി സ്കില്ല് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവാൻ സഹായിക്കും. പിന്നെ ഇപ്പം ഓട്ടിസം കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് സോഷ്യലി ഇൻവോൾവ് ആവാനുള്ളൊരു താല്പര്യം വളരെ കുറവായിരിക്കും, പൊതുവെ അറിയാമല്ലോ.
അപ്പം ആ സമയത്ത് ഒരു ക്ലാസ് റൂം സെറ്റപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികളുണ്ട്, ടീച്ചറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു സോഷ്യലി ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിക്ക് കൂടാനുള്ള ഒരു ചാൻസ് നമ്മളവിടെ ഒരുക്കി കൊടുക്കുകയാണ്. പിന്നെ മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ ആയിക്കോട്ടെ, ഗ്രോസ് മോട്ടോർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ആക്ടിവിറ്റീസിലൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു ടൈമിൽ സഹായിക്കും. മാം ഈ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് അധികം കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്? ഓക്കെ, ആദ്യമായിട്ടൊരു സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു റുട്ടീൻ ഉണ്ടല്ലോ. ബേസിക് ആയിട്ടുള്ള മാത്സ് ആയിക്കോട്ടെ, അക്കാഡമിക് പരമായിട്ട് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള മാത്സ്, ലാംഗ്വേജ്, അങ്ങനെ മുഴുവനായിട്ടുള്ളൊരു റുട്ടീൻ. ആ റുട്ടീൻ അറിയുന്ന ഒരു കുട്ടിക്ക് അവിടെ ഭയങ്കരമായിട്ട് സേഫ് ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. ഒന്നിനെക്കുറിച്ചൊരു പേടി ഉണ്ടാവില്ല കുട്ടിക്ക്. ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് പോകുന്നൊരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഫിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക, ഞാൻ ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെ ഞാനിവിടെ മാനേജ് ചെയ്യും, അങ്ങനെയൊക്കെ കുറേ കാര്യം ആലോചിച്ചിട്ടൊരു ഫിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രിപ്പയർ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം വഴി പ്രിപ്പയർ ആയിട്ട് പോകുന്നൊരു കുട്ടിക്ക് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ കഴിയും. അങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമ്പോൾ പാർട്ടിസിപ്പേഷൻ സ്വാഭാവികമായിട്ടും കൂടും. എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവാനുള്ളൊരു താല്പര്യം കുട്ടിക്ക് സ്വാഭാവികമായിട്ടും കൂടും. അത് കുട്ടിയിലെ കോൺഫിഡൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളെയും ഇപ്പം പ്ലേ സ്കൂളിൽ വിടുക. ചോദിച്ചാൽ പറയും എൻ്റെ മോൻ പ്ലേ സ്കൂളിലാണ്, എൻ്റെ മോള് പ്ലേ സ്കൂളിലാണ്. ഒരു 3-4 വയസ്സായ ടൈമിൽ പ്ലേ സ്കൂളിൽ വിടുന്നത് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്ലേ സ്കൂളും സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മാം? ഓക്കെ, ഈ ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരാവുന്നതാണ് കേട്ടോ. ഞാൻ ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് റൈംസ് പാടാൻ അറിയുമായിരിക്കും, ടോയ്സ് വെച്ചിട്ട് കളിക്കാൻ അറിയുമായിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി ആൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ കുട്ടിയോട് നമ്മൾ പറയുകയാണ് ഒരു 15 മിനിറ്റ് ഒന്നും ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ട് തോന്നാം. മറിച്ച് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഫോളോ ചെയ്യാനായിട്ട്, അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ വളരെ കംഫർട്ടായിട്ട് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പ്ലേ സ്കൂളും നല്ലതാണ്, പക്ഷേ പ്ലേ സ്കൂളിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു സമയത്തേക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ മാത്രമാണ്. സ്കൂൾ റെഡിനെസ് എന്ന് പറയുമ്പോഴേക്കും ഒരു പർപ്പസ് ഉണ്ട് അതിന്. സ്കൂളിൽ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യണം. ആ ഒരു പർപ്പസ് ഉദ്ദേശിച്ച് അതിൽ ഫോക്കസ് കൊടുത്തിട്ടാണ് ചെയ്യുക. സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലായിരുന്നു. അപ്പം മാം അത് കുറച്ചധികം രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ശ്രീലക്ഷ്മി ഫ്രം സഡാക്കെ സൈനിങ് ഓഫ്.